ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതായും രണ്ടുപേരും മരിച്ച ശേഷം ഒരു വ്യക്തി അബ്രഹാമിൻ്റെ മടിയിലേക്ക് പ്രവേശിക്കുന്നതായും ഒരാൾ യാതനാനുഭവ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതായും ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശിഷ്യന്മാർ പറഞ്ഞ ഒരു സംഭവമല്ല. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു സംഭവമാണ്. അവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഒത്തിരി ഉപമകളായി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം ഉപമയായിട്ടല്ല, ഉണ്ടായിരുന്നു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ വിഷയം എടുത്ത് പറയാൻ ഉള്ള കാരണമെന്ന് പറയുന്നത്, ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ പല ആൻസറുകളാണ് ലഭിക്കുന്നത്. ഒരു 3 തരത്തിലുള്ള ആൻസർ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്നുണ്ട്, അത് അന്നേരമല്ലേ, അത് അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാം, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നത് മരിച്ചാൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടൊരു ജീവൻ്റെ പുതുക്കത്തിൽ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് മരിച്ചതിന് ശേഷം പാതാളത്തിലേക്ക് പോകും, എൻ്റെ കാഹളം നോക്കുമ്പോൾ പാതാളത്തിൽ നിന്ന് എടുക്കപ്പെടും, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ. ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഒരുവിധം ബൈബിൾ സംസാരിക്കുന്ന, ബൈബിളിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആളുകൾ പറയുന്നത് കേട്ട് അത് മാത്രം ശരിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളോട് ബന്ധത്തിലാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ബൈബിളിൽ എന്താ പറയുന്നത്? കർത്താവ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് അതിൻ്റെ 19, 20, 21 വാക്യം, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അടുത്ത ആള് ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞാനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ഇവിടെ 2 പേരെക്കുറിച്ച് വളരെ വ്യക്തമായി അപ്പോസ്തലന്മാരല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്. ധനവാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവൻ ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ പടിപ്പുരയ്ക്കൽ ഒരാളുണ്ട്, ദരിദ്രനായ ലാസർ. ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ലാസർ, അവൻ്റെ വ്രണം വന്ന് നായ്ക്കളും വന്നാണ് അവൻ്റെ വ്രണം നക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു അനുഭവം. ഇതേ ഒരു അനുഭവത്തിലോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ധനവാൻ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടില്ലല്ലേ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നല്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയും നമ്മുടെ ചുറ്റുപാടുമായിട്ട് നല്ലൊരു പിടിപാടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഇതുപോലെ ചെറിയ ദരിദ്രനായ വ്യക്തികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റാനും അവരെ അവിടെ നിന്ന് തുടച്ചു നീറ്റി അവരുടെ ഒരു സ്റ്റാറ്റസ് നിലനിർത്താനും വേണ്ടി അവരെ അവിടെ നിന്ന് മാറ്റും. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു 5 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു കൊടുത്ത് അവരുടെ ആ ഏരിയയിൽ നിന്ന് അവർ മാറ്റിക്കളയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധനവാന്മാരുണ്ട്. പക്ഷേ ഈ ധനവാനെക്കുറിച്ച് പറയുന്നത്, ആ ധനവാൻ പരാതിയില്ലായിരുന്നു. ലാസർ തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നതിന് പരാതിയില്ലായിരുന്നു. തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്നതിൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. അപ്പോൾ ധനവാനെ വെച്ച് നോക്കുമ്പോൾ ധനവാൻ ഭൂമിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചത്. എന്തുകൊണ്ടാണ് ധനവാന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടേണ്ടി വന്നത്? വചനം പറയുന്നു, 22-ാമത്തെ വാക്യം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ധനവാൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്ന ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം തന്നെ ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. അപ്പോൾ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അടക്കം ചെയ്തതായിട്ടൊന്നും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിൾ രേഖപ്പെടുത്താത്ത ചില സംഭവങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ അതിനെ ആരോ അടക്കം ചെയ്തിട്ടുണ്ട്, അത് ആരും അടക്കം ചെയ്തെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഇവിടെ ധനവാനെ സംബന്ധിച്ചിടത്തോളം ധനവാൻ നല്ലൊരു അടക്കം ലഭിച്ചു. ലോകം അറിയുന്ന രീതിയിൽ അടക്കം എന്ന് പറയുന്നത് അപ്രകാരം തന്നെയാണല്ലോ. നല്ല രീതി നല്ല അന്നത്തെ നല്ല പ്രൗഢിയിൽ തന്നെ ഇന്നത്തെ ആളുകൾ യൂട്യൂബൊക്കെ ഓണാക്കി വെച്ച് മരണസമയത്ത് യൂട്യൂബൊക്കെ ഓണാക്കി വെച്ച് വരുന്നവരെയും പോണവരെയും അടക്കം വരെ ലാസ്റ്റ് നിമിഷം വരെ വീഡിയോ പിടിച്ച് ലോകത്തുള്ള സകല ആളുകൾക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് അവരുടേതായ സാമ്പത്തിക പ്രൗഢി ഉപയോഗിച്ച് നല്ലൊരു അടക്കം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടക്കമെല്ലാം കഴിഞ്ഞ് ധനവാൻ ചെന്നത് യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നത്. ഒരടക്കവും നേരവണ്ണം ലഭിക്കാതെ
ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയ ലാസറിൻ്റെ ആത്മാവിനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇതൊന്നും ലഭിക്കാതിരിക്കുന്ന ഒരാൾ, നല്ലൊരു അടക്കമൊന്നും ലഭിക്കാതിരിക്കുന്ന ഒരാൾ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കും, എന്തുകൊണ്ടാണ് ധനവാനായ വ്യക്തി യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നുപോയത്? എന്തുകൊണ്ടാണ് ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കടന്നുപോയത്? ധനവാനായതുകൊണ്ടാണോ? അദ്ദേഹത്തിന് ഒത്തിരി സമ്പത്തും സ്വത്തും ഉള്ളത് കൊണ്ടാണോ യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നുപോയത്? ഇനി ദരിദ്രനായ വ്യക്തി ലാസർ ദരിദ്രനായതുകൊണ്ടാണോ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കടന്നുപോയത്? സ്തോത്രം. അങ്ങനെയൊന്നുമല്ല. ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ, അത് ദൈവത്തിന് പ്രയോജനകരമാകുന്ന വണ്ണം നാം ജീവിക്കണം. നമ്മുടെ ജഡപ്രകാരം നമ്മുടെ ജഡത്തിന് ഇഷ്ടമായത് പ്രവർത്തിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് നിത്യത അവകാശമാക്കുവാൻ സാധിക്കില്ല. നാം ആനന്ദങ്ങളുടെ പർദീസയിൽ പ്രവേശിക്കുകയില്ല. അതേ മറിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ സാധിക്കും. ആമേൻ. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ലാസറിനെ പോലെ സമാധാനപരമായി അവിടെ ഇരിക്കും. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ താൻ എവിടേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട്. അതിൻ്റെ 55 മുതൽ, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാ. ആ സമയത്ത് സ്തേഫാനോസ് എവിടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെല്ലാം ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ, ആമേൻ, നാം ദൈവത്തോടു കൂടിയാണ് നാം വസിക്കുന്നതെങ്കിൽ, റോമലേഖനം 8-1 വാക്യം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ആമേൻ. മരിക്കുമ്പോഴും നാം ക്രിസ്തുവിനോട് കൂടിയായിരിക്കണം. മരിക്കുന്ന സമയത്ത് മറ്റുള്ള ലോകപരമായ കാഴ്ചകളിലൂടെ, ലോകപരമായ ചിന്തകളിലൂടെ, ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ നടക്കുകയോ ചെയ്യാൻ ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാം എവിടേക്കാണ് പോകേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയാണ് പോകുന്നത്. ഇവിടെ സ്തെഫാനോസ് വിളിച്ചു പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവർ എത്തപ്പെടേണ്ടത് സ്വർഗം തുറന്നിരിക്കുന്ന ആനന്ദങ്ങളുടെ പർദീസയിലേക്കാണ് പ്രവേശിക്കുന്നത്. അവന് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ആനന്ദങ്ങളുടെ പർദീസയിൽ പ്രവേശിക്കും. പഴയ നിയമ വിശുദ്ധന്മാർ പറയുന്ന പോലെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്ന പോലെ ഒരു പുതിയ നിയമ വിശ്വാസി പറയും ആനന്ദങ്ങളുടെ പർദീസയിലേക്ക് പ്രവേശിക്കും. ആമേൻ, ആമേൻ. അതാ നമ്മുടെ ഒരു വിശ്വാസം. യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കുന്ന ഒരു ദൈവവൈതലിനെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, മാനസികമായി വേദനിപ്പിക്കുന്ന ആളുകൾ നിത്യനാശമെന്ന ശിക്ഷാവധിയിലാക്കപ്പെടും. വചനം പറയുന്നു, 2 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, ആമേൻ, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പാതിയിലേക്ക് കടന്നു വന്നിട്ട്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാതിയിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന ദൈവസഭകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പീഡനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അധികാരപ്പെട്ട ആളുകൾ നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളവിടെ ഭാരപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പീഡയ്ക്ക് അതിന് പകരം ആശ്വാസം ലഭിക്കുന്ന ഒരു ദൈവസന്നിധിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയാണ് അങ്ങനെ ഒരു ആശ്വാസം നമുക്ക് തരിക എന്നുള്ളത്.
ഇന്ന് നമ്മെ പീഡിപ്പിക്കുന്ന പലരും പീഡ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. ആമേൻ. അതവർ തിരിച്ചറിയാതെ പോവുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഇവിടെ തന്നെ അഴിച്ച് ആമേൻ സ്വർഗത്തിൽ അതിനെ ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കേൾക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ മനസ്സിലാക്കണം, നാം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചെന്ന് ക്ഷമ പറഞ്ഞ് അത് നിരപ്പ് പ്രാപിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. വചനം പറയുന്നു, ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങളെ വിശ്വസിച്ചവരാലും താൻ അതിശയവിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവന് വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടാന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. സ്തോത്രം. അപ്പോൾ ആ അന്നാളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ വരവെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച് എല്ലാവരിലും അതിശയ വിഷയമാകേണ്ടതിന്. ആമേൻ. ഇന്നൊരു കൂട്ടം ആളുകൾ ഇത് ഏറ്റെടുത്തിട്ട് ഇത് നേരാവണ്ണം വിശ്വസിക്കാതെ ആമേൻ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേണ്ടതുപോലെ വിശ്വസിക്കാതെ അങ്ങനെ കടന്നു വരുമ്പോഴാണ് അതിൽ നിന്ന് ആളുകൾ മാറി വേർപെട്ട രീതിയിൽ ഒരു ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് മാറുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പിതാക്കന്മാരെല്ലാം പാരമ്പര്യമായി യാക്കോബായ സുറിയാനി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. പക്ഷേ ആ പോക്ക് പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലായപ്പോൾ സത്യസുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുകയും ആമേൻ ഇനി കർത്താവിൻ്റെ വരവെങ്കിൽ ഈ സുവിശേഷപ്രകാരം ആമേൻ അതൊരു അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനം അവന് വല്ലഭത്തോടും കൂടിയ മഹത്വം വിട്ടാകുന്ന നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. ആമേൻ. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്ത ആളുകൾ നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇപ്പോഴേ ക്രമീകരിച്ചോളണം. പിതാക്കന്മാർ പോയ പാത തെറ്റായ പാതയാണെങ്കിൽ ആ പാത പിന്തുടർന്ന് പോയാൽ നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. ഈ സുവിശേഷം എനിക്ക് ലഭിച്ചിട്ട് ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ജീവിച്ചാൽ നിത്യനാശം എന്ന ശിക്ഷാവധി ലഭിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും അതിലേക്ക് കടന്നു പോകാതെ നാം ആനന്ദങ്ങളുടെ പറുദീസയിൽ ആശ്വാസം ലഭിക്കുന്ന സന്നിധിയിലേക്ക് പ്രവേശിക്കണം. ഇനി ഈ പാതയിലൂടെ, ഈ സത്യത്തിൻ്റെ പാതയിലൂടെ കടന്നു പോയിട്ട് നമ്മെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലും മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മെ പീഡിപ്പിക്കുന്ന ആ പലർക്കും അന്ന് പീഡ അനുഭവിക്കേണ്ടി വരും. ഇന്ന് പീഡ അനുഭവിക്കുന്ന നാം ഓരോരുത്തരും ആശ്വാസം കൈക്കൊള്ളേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കൊരു ഭൗതിക ശരീരം ആവശ്യമാണ്. ഈ ഭൗതിക ശരീരം ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്. ഇത് മണ്ണിലേക്ക് തിരികെ ചേരും. പക്ഷേ ആത്മാവ് അതിന് നൽകിയ ഉടയവൻ്റെ അടുക്കിലേക്ക് കടന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രേമമാണ്, നമ്മുടെ നെഞ്ചിലോട് കൈവച്ച് നോക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കാമല്ലേ? ടക്ക് 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 എന്ന ശബ്ദം കേൾക്കൊണ്ടിരിക്കും. ഈ കാണുന്ന ഈ ശബ്ദം, ഈ ജീവൻ്റെ തുടിപ്പ് അത് ഉയരത്തിൽ നിന്ന് കടന്നു വന്നതാണ്. അത് കടന്നു വന്നാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു ജന്മം നൽകുവാനേ സാധിക്കുകയുള്ളൂ. ഈ ജീവൻ നൽകണമെന്നുണ്ടെങ്കിൽ ദൈവം തരണം. ഈ ദൈവം തന്നതിന് ഡോക്ടർമാർ പറയുന്നൊരു പേരാണ് ഹാർട്ട് ബീറ്റ് വന്നില്ലെങ്കിൽ അബോർഷൻ ചെയ്ത് കളയാന്നേ പറയുള്ളൂ. കാരണം അതൊരു കുട്ടിയാകില്ല, അത് വെറും മാംസപിണ്ഡമായിട്ട് വളരുകയുള്ളൂ. പക്ഷേ ഹാർട്ട് ബീറ്റ് വന്നാലോ അത് കണ്ടിന്യൂ ചെയ്യാം. കറക്റ്റ് മാസം കഴിയുമ്പോൾ, സമയമാകുമ്പോൾ ആ ഒരു കുഞ്ഞായി പുറത്തേക്ക് വരും. ഹാർട്ട് ബീറ്റ് എന്ന് നിന്നു പോകുന്നോ അന്ന് ഇത് മണ്ണാണ്, ഇത് മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അത് നൽകിയ ഉടയൻ്റെ അടുക്കിലേക്ക് കടന്നില്ലും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നൽകിയ ഉടയൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തള്ളപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ ആനന്ദങ്ങളുടെ പറുദീസയിൽ ആശ്വാസം കൈക്കൊള്ളേണ്ട ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. തോന്നിയ പോലെ ജീവിച്ചാൽ ധനവാനെ പോലെ ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചും ആമേൻ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെയും ജീവിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, തീർച്ചയായും നാം തള്ളപ്പെടും. തീർച്ചയായും നാം നിത്യനാശം
നിത്യനാശം എന്ന ശിക്ഷാവധിയിലേക്ക് അകപ്പെടും. അതിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കണം. സ്തോത്രം. അതുപോലെ തന്നെ 16-25-26 വാക്യപ്രകാരം പറയുന്ന അബ്രഹാം മകനെ, നിൻ്റെ ആയുസ്സിൽ നിന്ന് നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. നോക്കണേ, അബ്രഹാമിനോട് വിളിച്ചു പറയുക, ഈ ലാസറിൻ്റെ അബ്രഹാം ഇങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്. 24-ാമത്തെ വാക്യം പ്രകാരം പറയുന്നത്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണം. ഇത് നിലവിളിച്ച് പറയുന്നത് ധനവാനാണ്. ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജാലിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജാലിയിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ ആ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഒന്ന് തണുപ്പിക്കുവാൻ, നാവൊന്ന് തണുപ്പിക്കുവാൻ അവിടെ ധനവാൻ കൊതിക്കുകയാണ്. അപ്പോഴാണ് അബ്രഹാം പറയുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും കടന്നു വരാൻ കഴിയില്ല. ആ ഒരു അനുഭവത്തിൽ അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ ചെല്ലേണ്ട ഇടം എവിടെയാണെന്ന് വ്യക്തമായി പറയുന്ന ഒരേ ഒരു വേദം, അത് സത്യവേദപുസ്തകം മാത്രം. ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഭൂമിയിൽ ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന ഏതൊരു വ്യക്തിയും എവിടേക്കാണ് പ്രവേശിക്കുന്നത്. ഇനി അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുന്നു. ആമേൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുമാത്രമല്ല, തെസ്സലോനിക്കത്തിൽ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യനാശം എന്ന ശിക്ഷാവധി ലഭിക്കും. എന്നാൽ സുവിശേഷം അനുസരിച്ച് കർത്താവിൻ്റെ പാതയിലൂടെ നടക്കുന്ന ഒരു വ്യക്തി, ആമേൻ, അവൻ ആനന്ദങ്ങളുടെ പറുദീസിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ നാം ഈ ഭൂമിയിൽ പീഡ അനുഭവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് അതേവ പീഡ ലഭിക്കുകയും, ഹല്ലേലൂയ, അന്ന് പീഡ അനുഭവിച്ച നാം ഓരോരുത്തരും ആശ്വാസം കൈക്കൊള്ളുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയാണ് എന്നുള്ളൊരു ഓർമ്മയും കൂടെ ഒരു ദൈവം ഇതിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഭാഗ്യം നിറഞ്ഞവരാണ്. കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾ ഭാഗ്യം നിറഞ്ഞവർ. നമ്മുടെ ഈ ഭാഗ്യ പദവി നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് മേഖലകളുണ്ട് സുവിശേഷം പറയുവാൻ. നമുക്ക് ചെറുലേഖനം കൊടുക്കാം, പരസ്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്താം, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കിതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നടത്താം. ഏതിലൂടെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഹല്ലേലൂയ, നാം അതിന് ഉപയോഗിക്കണം. മറ്റുള്ളവരും ഈ രക്ഷയിലേക്ക് കടന്നു വരണം. ഇവിടെ ധനവാൻ്റെ അവസാനത്തെ ഒരു വേദന അവൻ്റെ അനിയന്മാരെ കുറിച്ച് ഓർക്കുകയാണ്. ആമേൻ. അപ്പോൾ ഈ ലാസറിനെ ഒന്ന് അങ്ങോട്ട് അയക്കണമേ. തുടർന്ന് നിങ്ങൾ വായിക്കണം. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് ഞാനിത് ഓടിച്ചോടിച്ച് പറയുന്നത്. അവൻ 28-ാമത്തെ വാക്യം, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ല അബ്രഹാം പിതാവേ, മരിച്ചവെന്ന് ഒരുത്തൻ എഴുന്നേറ്റിരുന്ന് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുന്നു പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് എഴുന്നേറ്റ് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പറയിക്കുമ്പോൾ നമ്മെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. അവരുടെ പിതാക്കന്മാരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ തലമുറകൾ ആരും ഇങ്ങോട്ട് പ്രവേശിക്കരുത്. അവരവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവരവിടെ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ നിത്യത അവകാശമാക്കണമെന്നാണ്, നമ്മൾ ആനന്ദങ്ങളുടെ പറുദീസയിൽ വസിക്കണമെന്നുള്ളത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവരിന്ന് അവർക്ക് ലഭിക്കാതിരിക്കുന്ന പദവി നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ തലമുറക്ക് ലഭിക്കണമെന്ന് അവർ ഏറെ ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് ധനവാൻ വിളിച്ചു പറഞ്ഞ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരില്ലേ എന്നാണ് ധനവാൻ ആഗ്രഹിക്കുന്നത്. അവരും കൂടെ ഇങ്ങനെ കടന്നു വരണമെന്നല്ല, നമുക്ക് ഒരുമിച്ച് കിടക്കാമെന്നല്ല. അവർ വരല്ലേ, ഞാനോ വന്നുപോയി, അവർ ലാസറിനെ പോലെ ആനന്ദങ്ങളുടെ പറുദീസയിൽ പ്രവേശിക്കട്ടെ എന്നാണ് ധനവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിലൊരു മാറ്റമുണ്ടാകും. കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏവനും നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കാതെ നിത്യരക്ഷ അനുഭവിച്ച്, ഹല്ലേലൂയ, ആനന്ദങ്ങളുടെ പറുദീസയിൽ സന്തോഷവും ആനന്ദവും കൈക്കൊള്ളുവാൻ ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടി എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം പാപബോധവും മാനസാന്തരവും ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിനെ വൃഥാവാക്കി തള്ളിക്കളയല്ലേ.
ഇത് തള്ളിക്കളയല്ലേ. ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചാൽ പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ആത്മാവ് അതിന് നൽകിയ ഉടയൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതിന് ഒത്തവണ്ണം പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമുണ്ട്. തള്ളപ്പെട്ടു പോകല്ലേ. ആമീൻ. നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെടല്ലേ. സുവിശേഷം അനുസരിച്ച് ആമീൻ നിത്യരക്ഷ പ്രാപിക്കുവാൻ വലിയനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.